സാത്വികഭക്തി ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭജിക്കുന്നത്. കുറേ ഉണ്ടാക്കി, കുറേ കണ്ടു, കേട്ടു, അനുഭവിച്ചു, അതിൻ്റെയൊക്കെ പരിമിതി മനസ്സിലായി അവർക്ക്. ഇപ്പോൾ സത്സംഗമൊക്കെ ചെയ്ത് ശാസ്ത്രമൊക്കെ പഠിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ഓ, ഈ കർമ്മവാസനയാണ് എന്നെ മേലോട്ട് പോകാൻ സമ്മതിക്കാതെ കീഴ്പോട്ട് പിടിച്ച് വലിക്കണത് എന്ന്. അല്ലേ? വൈകുണ്ഠത്തിൽ പോയാൽ അവിടെ സ്ഥിരതാമസം പറ്റാണ്ട് വീണ്ടും കീഴ്പോട്ട് ഇങ്ങോട്ട് അസുരനാക്കണാര വാസനയാണ്, കർമ്മവാസനയാണെന്ന്. അപ്പോൾ ഈ വാസനയെ ക്ഷയിപ്പിക്കണം. അതുകൊണ്ട് ഈ വാസനാക്ഷയത്തിന് ഈശ്വരനെ ഭരിക്കാനേ വഴിയുള്ളൂ. കർമ്മനിർഹാരമുദ്ദിശ്യ, കർമ്മവാസനകളെ ഇല്ലാണ്ടാക്കി മനസ്സിനെ ശുദ്ധമാക്കി ആ ഭഗവാനെ അടയാൻ, ഭഗവാനെ ഭജിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കും. ഇത് സാത്വിക ഭക്തി. നോക്കൂ, എന്തിനാത് നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഭക്തൻ, ഏത് ഭക്തരാണെന്ന് തിരിച്ചറിഞ്ഞ്, ഇല്ലെങ്കിൽ ക്രമത്തിൽ ഏതെങ്കിലും ഒരു ഭക്തനായി ക്രമത്തിൽ സാത്വിക ഭക്തിയിലേക്ക് ഉയരണം. ആ സാത്വിക ഭക്തി വളരുമ്പോൾ ക്രമേണ അയാൾക്ക് ഈ ലൗകിക വസ്തുക്കളിൽ ആശയില്ലല്ലോ. ക്രമേണ ആ ഭഗവാന്റെ നിരന്തരമായ സ്മരണയിൽ അയാൾക്ക് മുഴുകാൻ കഴിയും. ആ ആൾക്ക് ഇനി ഭഗവത് പ്രാപ്തിയല്ലാതെ വേറൊന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? സാലോക്യം, സാമീപ്യം, സാർട്ടി, സായുജ്യം ഇത്യാദി മുക്തികളെക്കുറിച്ച് പറയും ഭക്തിശാസ്ത്രത്തിൽ. ഇങ്ങനെയുള്ള മുക്തികളൊന്നും ദീയമാനം ന ഗൃഹണതി, കൊടുത്താൽ പോലും വേണ്ട ഭക്തന്. മത്സേവനം വിന, എന്നെ ഭരിക്കണം, എന്നെ സേവിക്കണം എന്നല്ലാണ്ട് ആ ഭക്തന് വേറൊന്നും വേണ്ട.